ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വായിച്ചു കേൾക്കുന്ന വിശുദ്ധ എവൻഗേലിയൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം 10-ാം അധ്യായം 34 മുതലുള്ള വേദഭാഗമാണ്. ഇതിൻ്റെ ആരംഭം കേൾക്കുമ്പോൾ അത്ര രസകരമായി നമുക്ക് തോന്നുകയില്ല. ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നത് സമാധാനം വരുത്തുവാനല്ല, വാളിനെ സ്ഥാപിക്കുവാനാണ് എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് വേദഭാഗത്തെ ആരംഭിക്കുക. കേൾക്കുമ്പോൾ സങ്കടം തോന്നാം. കുറച്ച് വാക്യങ്ങൾ അതിന് പിന്നാലെ എഴുതി വച്ചിരിക്കുന്നതോ ഭിന്നിപ്പിൻ്റെ വാക്കുകളുമാണ്. എന്താണ് കർത്താവോട് ഉദ്ദേശിക്കുക? വാളെന്ന് പറയുന്ന അനുഭവത്തെ നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ? പുതിയ നിയമഭാഗത്ത് അത് പല ആവർത്തി വാളെന്ന വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഈ വാളുകൊണ്ട് അർത്ഥമാക്കുക? അതിൻ്റെ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥത്തിലേക്ക് ചെല്ലുമ്പോൾ വിഭജനം എന്നാണ് നമ്മൾ കാണുക. എന്തിൻ്റെ വിഭജനം? കർത്താവിന് അനുകൂലമായി ജീവിക്കുന്നവരും കർത്താവിനെ പ്രതികൂലമായി ജീവിക്കുന്നവരും തമ്മിലുള്ള ഒരു വിഭജനം നിശ്ചയമായും അത് ഈ ഭൂമിയിലുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്ന വാള് കാണുന്നത് എപ്പോഴാണ്? പരിശുദ്ധ അമ്മ യേശുക്കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമല്ലേ? വൃദ്ധനായിരിക്കുന്ന ശമൂഹൻ കൈകളിലെടുത്ത് കുഞ്ഞിനെ ആഘോഷിക്കുമ്പോൾ അമ്മയോട് പറയുന്നൊരു വാക്ക്, നിന്റെ ഹൃത്തിലൂടെ ഒരു വാള് കടന്നു പോകും. ഏതാണ് വാള്? തൻ്റെ മകനെ പ്രതി അമ്മ സങ്കടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് തന്നെയാണ്. 30 വയസ്സ് കഴിയുമ്പോൾ മകനെപ്പറ്റി കേൾക്കാൻ പാടില്ലാത്ത ഒത്തിരി കഥകളും ഒത്തിരി വാർത്തകളും കേൾക്കുമ്പോൾ പിടഞ്ഞ് അമ്മയുടെ ചങ്ക് പൊടിയുന്നത് നമ്മൾ വായിക്കുന്നില്ലേ? ഏത് മാതാപിതാക്കളാണ് ഇന്ന് മക്കളെ പ്രതി വേദനിക്കാതിരിക്കുന്നത്? ആരുടെ മനസ്സിലാണ് വാളില്ലാത്തത്? തൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്തപ്പോൾ, അവർ തെറ്റായ വഴിയിലൂടെ പോകുന്ന കാണുമ്പോൾ, അവരുടെ ചിന്തകൾക്ക് വരുന്ന ആശയങ്ങൾ വരുന്നതായ പ്രതിസന്ധികൾ നമ്മളെ അലട്ടുമ്പോൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത വേദന തോന്നും. ഒരു വാളിൻ്റെ അനുഭവം. നിശ്ചയമായും വാൾ ഈ ഭൂമിയിൽ എപ്പോഴും ഉണ്ട്. കർത്താവിനെ പ്രതി ഭൂമിയിൽ 2 വിഭാഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നൊക്കെ കർത്താവ് പറഞ്ഞു വെക്കുന്നതിൻ്റെ അർത്ഥം ഇതൊക്കെ തന്നെയല്ലേ? എന്നാൽ ഇവിടെ മനോഹരമായി ഈ വിഭജനത്തിൻ്റെ ഒക്കെ അവസാനം കർത്താവ് പറഞ്ഞു വെക്കുന്ന ഒരൊറ്റ കാര്യമുണ്ട്. എന്നെ അനുഗമിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ കുരിശെടുത്തുകൊണ്ട് പോരെ. നമ്മുടെ ഈ സങ്കടങ്ങളും നമ്മുടെ ഈ പ്രതിസന്ധികളും ചങ്കിൻ്റെ അകത്തെ വാളെന്ന അനുഭവം എല്ലാം ചുമന്നുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പിന്നാലെ പോകാം. കർത്താവിൻ്റെ പിന്നാലെ കുരിശ് ചുമന്നുകൊണ്ട് പോയാൽ നിശ്ചയമായും നമ്മൾ എത്തിച്ചേരുന്നത് നിത്യസമാധാനത്തിൽ തന്നെയായിരിക്കും. ഇന്ന് ഭൂമിയിൽ നമ്മളെപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക്, എനിക്കൊട്ടും സമാധാനമില്ല, എനിക്കൊട്ടും സ്വസ്ഥതയില്ല, എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹമുണ്ട്, എൻ്റെ കാര്യത്തിൽ നിങ്ങളാരും ഇടപെടണ്ട. ഈ വാക്കുകളൊക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഏതെങ്കിലും ഭാഗത്തിലൂടെ തമ്പുരാൻ വിഭാവനം ചെയ്യുന്ന നിത്യസമാധാനത്തിന് നമുക്കൊന്ന് യോഗ്യരായി തീരാം. തന്നെത്താൻ തിരിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് നമുക്ക് അവൻ്റെ പിന്നാലെ പോകാം. എന്തെന്നാൽ ഈ വിഭജനത്തിൽ ഈ വാളെന്ന അനുഭവം കടന്നു വരുമ്പോൾ കർത്താവിനെ അനുകൂലിക്കുന്നവരായി, അവൻ്റെ പിന്നാലെ പോകുന്നവരായി, നിത്യസമാധാനത്തിന് അവകാശികളായി നമുക്ക് തീരാൻ സാധിക്കട്ടെ. ആമേൻ.